പരീക്ഷാ ഹാളിലെത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ തലവേദന. ഓക്കാനം വരുന്ന പോലെ ഒരു തോന്നലും ഉണ്ട്. ചോദ്യക്കടലാസിൽ പരിചിതമായതെന്തൊക്കെയോ കണ്ടു. തോന്നിയ പോലെയാണ് ഉത്തരക്കടലാസ് നിറച്ചുവെച്ചത്. അസഹ്യമായ ഈ തലവേദന ഒന്നിലും മനസ്സുറപ്പിക്കാതെ തല വെട്ടിപ്പൊളിക്കുകയാണ്. പരീക്ഷാ ഹാളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. കത്തുന്ന വെയിലു തന്നെയാണ് അപ്പോഴും. ദൂരെ മൈതാനത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ചുവന്ന പൊടിയും പേറി ഉഷ്ണക്കാറ്റ് എല്ലായിടത്തും ചുറ്റിയടിച്ചു. എടാ, നമുക്കെന്തെങ്കിലും തണുത്തത് കുടിക്കാം. അവൾ പറയുന്നതിന് മുൻപേ ഞാൻ അത് അവളോട് പറയാനിരിക്കുകയായിരുന്നു. ഈ നശിച്ച തലവേദന കാരണം ഒന്നിനും കഴിയുന്നില്ല. അടുത്തു തന്നെ കണ്ട കൂൾബാറിൽ ഞങ്ങൾ കയറി ഒരു ലൈം ജ്യൂസ് പറഞ്ഞു. പെട്ടെന്നാണ് ബൈക്കിലെത്തിയ ഒരാൾ ഓടിക്കിതച്ച് അങ്ങോട്ട് വന്നത്. അയാൾ കടയുടമയുടെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞ് ധൃതിയിൽ തിരിച്ചുപോയി. വേഗം കുടിച്ചിട്ട് കിട്ടിയ വണ്ടി കയറിപ്പോകാൻ നോക്കി. അയാൾ അല്പം പതർച്ചയോടെയാണ് ഞങ്ങളോട് സംസാരിച്ചത്. കടയടയ്ക്കാൻ അയാൾ തിടുക്കം കൂട്ടുകയാണ്. എനിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. അയാളുടെ വിളറിയ മുഖം കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങി. പുറത്ത് കടകളെല്ലാം ഷട്ടറുകൾ താഴ്ത്തിയിട്ട് കിടക്കുന്നു. ആളുകളെല്ലാം എവിടെയോ പോയി മറഞ്ഞു. റോഡും നിശ്ചലം. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ കൂടി വയ്യാതായി. വഴിയെ വന്ന ഒരു ഓട്ടോറിക്ഷ ഞങ്ങളെയും കയറ്റി നിർത്താതെ പാഞ്ഞു. അത് ഞങ്ങളെ അടുത്ത സ്റ്റോപ്പിലെത്തിച്ചു. അവിടെ അടുത്തെവിടെയോ കലാപം നടന്നിട്ടുണ്ടെന്ന് അയാളുടെ ഫോൺ സംഭാഷണത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ദൂരെ നിന്ന് പരീക്ഷ എഴുതാൻ ഇവിടെ എത്തിയതാണ് ഞങ്ങളെന്ന് അയാൾ ഞങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. ഇവിടെയൊന്നും നിൽക്കരുത്, കിട്ടുന്ന വണ്ടിക്ക് കയറിപ്പോകണം. ശക്തമായ ഒരു താക്കീതുപോലെയാണ് ഞങ്ങളെ ഇറക്കുമ്പോൾ അയാൾ അത് പറഞ്ഞത്. ആളുകൾ ധൃതിയിൽ എങ്ങോട്ടൊക്കെയോ പോയി മറയുന്നു. ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് ഒരു ബസ് അതുവഴിയേ വന്നു. അവൾക്ക് പോകേണ്ടത് അതിൻ്റെ റൂട്ടിലായതിനാൽ എങ്ങനെയെങ്കിലും അതിൽ കയറിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. ഒരു വശത്തേക്ക് ചരിഞ്ഞ് മുന്നോട്ടു നീങ്ങുന്ന ആ വണ്ടിയിൽ ഒറ്റക്കൈയിൽ തൂങ്ങിയാടുന്ന അവളുടെ രൂപം നേർത്തു വന്നു. ഇതുപോലെ എനിക്കും ഒരെണ്ണം കിട്ടുമെന്ന് ഞാൻ കാത്തിരുന്നു. കോഴിക്കോട് എത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. കുട്ടി എങ്ങടാ? പിറകിൽ നിന്ന് ശബ്ദം കേട്ടപ്പോഴാണ് അവിടെ ഒരു വൃദ്ധ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത്. ആശ്വസിക്കാൻ ഇതിൽ പരം എനിക്കെന്തു വേണം? ഞാൻ തേഞ്ഞിപ്പലത്തിക്ക. ഇവിടെ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ വെളുപ്പിന് പോന്നിക്കണ്. ഇങ്ങനൊരു മുസീബത്ത് വന്ന് പെടുന്ന ഞമ്മക്കറിയോ? നന്നേ ക്ഷീണിച്ച് വിളറിയ അവരുടെ മുഖത്ത് നിരാശയുടെ നിഴലുകൾ മൂടുന്നത് എനിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഞമ്മക്ക് ഇച്ചിരി നടക്ക കുട്ടിയെ, ഇവിടെ എങ്ങനെ നിന്നാ വണ്ടി കിട്ടൂല. തറയിൽ കുത്തിയിരുന്ന അവർ എണീറ്റ് മാറാപ്പ് തൻ്റെ തോളിലേറ്റി ഏതൊക്കെയോ ഊടുവഴിയിലൂടെ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ അവരിലെ ക്ഷീണം അകന്നകന്നു പോകുന്നത് അമ്പരപ്പോടെ ഞാൻ നോക്കി നിന്നു. തലവേദന അപ്പോഴും എന്നെ വിടാതെ പിന്തുടർന്നു. 5-10 അടി നടന്നപ്പോൾ എനിക്ക് കിതപ്പ് തോന്നി. എൻ്റെ അടിവയറൊക്കെ ഇളകി മറിയുന്ന പോലെ. വേദന അസഹനീയമായി. എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. അടുത്തു കണ്ട മതിലിൽ ചാരി നിന്ന ഞാൻ പതിയെ താഴേക്ക് ഊർന്നു വീണു. ഞാൻ പിറകിലുണ്ടെന്ന് ധരിച്ച വൃദ്ധ ഉറക്കെ സംസാരിച്ചുകൊണ്ട് നടന്നകന്നു. 1-2 നിമിഷങ്ങൾക്കകം ഞാൻ കണ്ണു തുറന്നു. വിയർത്തു കുളിച്ച് നന്നേ അവശയായിരുന്നു ഞാൻ. എൻ്റെ മൂക്കിനു നേരെ ഒരു മുഴുത്ത അരണ പാഞ്ഞു വന്ന് നിശ്ചലനായി നിന്നു. ഞാൻ ആവുന്നത്ര ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എണീറ്റ് ഓടി. മൂത്രമൊഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം വയറിങ്ങനെ കൊളുത്തി വലിക്കുന്നത്. വയറിൽ അമർത്തി പിടിച്ച് ഞാൻ പിന്നെയും നടന്നു. കുറച്ചു ദൂരെ എത്തിയപ്പോൾ മൂത്രപ്പുര എന്നെഴുതിയ തുരുമ്പ് കയറിയ ഒരു ബോർഡ് കണ്ടു. ആശ്വാസത്തോടെ അങ്ങോട്ടേക്ക് ഞാൻ പാഞ്ഞു. ഏതോ സ്കൂളിൻ്റെ പിൻഭാഗത്താണ് എത്തി നിൽക്കുന്നതെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. മേൽക്കൂര പാതിയും തകർന്നു കിടക്കുന്ന മൂത്രപ്പുരകളാണ് ഏറെയും. അടുത്തു പോകുന്തോറും അസഹ്യമായ ഗന്ധം മൂക്കിൽ നിറഞ്ഞ് ബോധം മറയ്ക്കുകയാണ്. മൂക്ക് പൊത്തിപ്പിടിച്ച് കുറച്ചപ്പുറത്തേക്ക് ഞാൻ നടന്നു. നേരെ നോക്കുമ്പോൾ ആസ്ബെറ്റോസ് ഷീറ്റുകൊണ്ട് മേൽക്കൂര കെട്ടിയ 1-2 മൂത്രപ്പുരകൾ. ഞാൻ പിന്നെ ഒരു ഓട്ടമായിരുന്നു. 1-2 വളരെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. തമ്മിൽ ഭേദമെന്ന് തോന്നിയതിൽ ഞാൻ കയറി. കതകടയ്ക്കാൻ നേരം ആരോ ഓടി വരുന്നതുപോലെ ഒരു ശബ്ദം. പെട്ടെന്ന് ഞാൻ പുറത്തു കടന്ന് ചുറ്റും നോക്കി.
കാലടികൾ നിശ്ചലമായിരിക്കുന്നു. ചമ്മലയിലകൾ ഇളകുന്നിടത്തേക്ക് ഞാൻ കാതുകൾ കൂർപ്പിച്ചു. മേൽക്കൂരകളില്ലാത്ത മൂത്രപ്പുരയിൽ ഒരു മനുഷ്യൻ്റെ തല പൊങ്ങുകയും താഴുകയും ചെയ്തു. ചുരുണ്ട മുടിയുള്ള അയാളുടെ കണ്ണുകൾ ഇരയെ ഉന്നം വെച്ച കഴുകനെപ്പോലെ എൻ്റെ നേർക്ക് തറച്ചു. ഞാൻ എല്ലാ ശക്തിയും സംഭരിച്ച് അവിടെ നിന്നോടി. പിറകെ വരുന്ന കാലടികളുടെ ശബ്ദം നേർത്തില്ലാതാകും വരെ ഞാൻ ഓടിക്കൊണ്ടിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്കു വിളിക്കുന്നത് കേട്ടാണ് ഞാൻ ഞെട്ടിയെണീറ്റത്. എവിടെയാണെന്ന് എനിക്കൊരറിവുമില്ല. സമയം ഇരുട്ടിത്തുടങ്ങിയതുകൊണ്ട് മഗ്‌രിബ് വിളിക്കുകയാണെന്ന് മാത്രം മനസ്സിലായി. ഇത്രയും നേരം ഏതോ ഒരു നീളൻ വരാന്തയുടെ തിണ്ണയിൽ തൂണും ചാരി മയങ്ങുകയായിരുന്നു ഞാൻ. സമയം എത്രയായി എന്നറിയാൻ അവിടെയെല്ലാം എൻ്റെ വാച്ചിന് വേണ്ടി ഞാൻ പരതി. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫോൺ ബാഗിൽ നിന്നെടുത്ത് കയ്യിൽ പിടിച്ചാണ് ഞാൻ ഓടിയത്. ഓട്ടത്തിൽ എവിടെയോ എനിക്കതും നഷ്ടമായി. പാറിപ്പറന്ന എൻ്റെ തലമുടിയും ചെളിപുരണ്ട മുഖവും വലിഞ്ഞു കീറിയ എൻ്റെ പർദ്ദയും പ്രച്ഛന്നവേഷ മത്സരത്തിന് വേണ്ടി ഒരുക്കിയ ഭ്രാന്തിയെപ്പോലെ തോന്നിച്ചു. തികഞ്ഞ ആരോഗ്യവതികളായ 2 സ്ത്രീകൾ എന്നെ ബലമായി പിടിച്ച് വിശ്രമമുറി എന്നെഴുതി വച്ച മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നെ വിടൂ, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ഞാൻ കരഞ്ഞും ഒച്ചയിട്ടും കുതറി മാറാൻ ശ്രമിച്ചു. ഒന്നും സംസാരിക്കാതെ അവർ എന്നെ പിടിച്ചുവെച്ച് ആദ്യം തലമുടി ഒതുക്കി ചീകിക്കെട്ടി. ചെളിപുരണ്ട എൻ്റെ മുഖവും കൈകളുമെല്ലാം ഏതോ ലായനിയിൽ മുക്കി തുടച്ചു. എൻ്റെ പർദ്ദ അഴിച്ചുമാറ്റി. പർദ്ദയ്ക്കു താഴെ ഞാൻ ധരിച്ച ചുരിദാറിൽ അവരെന്നെ വരാന്തയിലൂടെ നടത്തി. ആളുകൾ ക്യൂ നിൽക്കുന്നിടത്ത് പിറകിലായി എന്നെ ഇരുത്തി. അടച്ചിട്ട കണ്ണാടി വാതിലിൽ ഡോക്ടർ അബ്ദുള്ള MD, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്നെഴുതി വച്ചിരുന്നു. എൻ്റെ ഊഴവും കാത്ത് ഞാൻ ക്ഷമയോടെ ഇരുന്നു. കാത്തുനിന്ന രോഗികളിൽ അധിക പേരും ശാന്തരാണ്. ഇടയ്ക്കൊരാൾ എണീറ്റ് ഉച്ചത്തിൽ ഓരിയിട്ടു. ഞാനും ഞെട്ടിപ്പോയി. എൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു. ഷമ്മ, നീ എന്താ ഇവിടെ ഇരിക്കണ്? ചിരിച്ചുകൊണ്ടൊരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ഒരു നിമിഷം എനിക്ക് തോന്നി. നീ ഉറങ്ങാണോ? എന്താ ഇവിടെ ഇരിക്കണ്? നല്ല പരിചയം തോന്നിയ ശബ്ദത്തിന്. ഒരു കൂട്ടം രക്തകണികകൾ എവിടെ നിന്നോ ഓർമ്മകളെ ദ്രുതഗതിയിൽ എൻ്റെ തലച്ചോറിലെത്തിച്ചു. സർ, ഞാൻ സൈക്കോളജിയിൽ എൻ്റെ ഒരു പ്രബന്ധം തയ്യാറാക്കാൻ വന്നതാണ്. എങ്ങനെയോ അത്രയും അക്ഷരങ്ങൾ ശബ്ദങ്ങളായി എന്നിൽ നിന്നും പുറത്തു വന്നു. ആഹാ, എന്നാ വാ. അബ്ദുള്ള ഡോക്ടറിൻ്റെ സുഹൃത്താണ്, ഞാൻ പരിചയപ്പെടുത്താം. എനിക്ക് എൻ്റെ അധ്യാപകനോട് എങ്ങനെയാണ് അപ്പോൾ നന്ദി പറയേണ്ടതെന്ന് വാക്കുകളില്ലായിരുന്നു. എനിക്കെൻ്റെ ഹൃദയമിടിപ്പുകളെയും സമാധാനിപ്പിക്കണമെന്നുണ്ട്. സാർ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട്. ഞാൻ പതിയെ പറഞ്ഞു. നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ. ഓക്കെ പോയിട്ട് വാ. പരിതാപകരമായ എൻ്റെ അവസ്ഥ കണ്ടിട്ടാകണം അദ്ദേഹം ഉറക്കെ ചിരിച്ചു. നിശബ്ദമായ ആ വരാന്തയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്നെ അനുഗമിച്ചു.